സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദീപക് എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ ഒരു കുടുംബത്തിൻ്റെ ഏകനാഥനായിരുന്ന, ഒരു കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന നെടുന്തൂണായിരുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ ഷിംജിത എന്ന് പറയുന്ന ഒരു പ്രതി കുറ്റവാളി. ആ ഷിംജിത വ്ലോഗ് എടുത്തതിൻ്റെ ഫലമായിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം, അല്ലെങ്കിൽ ആ ഒരു യുവാവിൻ്റെ ജീവിതം അവിടെ തകരുകയായിരുന്നു. അതിന് പിന്നാലെ ആ ഒരു ഷിംജിതയെ പോലീസ് കണ്ടുപിടിക്കുന്നു, ഒളിത്താവളത്തിൽ പോയി പൊക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോയത് അവരുടെ തന്നെ വാഹനത്തിലായിരുന്നു എന്നുള്ളൊരു ഒരുപാട് വിമർശനങ്ങൾ വന്നു. നമ്മളും അതിനെ വിമർശിച്ചു, നമ്മളെല്ലാം വീഡിയോ ചെയ്തതാണ്. എന്നാൽ പോലീസ് അവളെ നൈസായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വാർത്ത കാണുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമായതും. കേരള പോലീസിനെ നമ്മളെല്ലാവരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കേരള പോലീസിനെ കണ്ടതും നമ്മളെല്ലാവരും ഇരു കൈകളും നീട്ടി പോലീസിൻ്റെ ഒരു വിധി, അല്ലെങ്കിൽ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിനെ നമ്മളെല്ലാം സ്വാഗതം ചെയ്തതും. ഇന്നിപ്പോൾ ഇതാ ഷിംജിതയുടെ ജാമ്യാപേക്ഷ, ഇവരെയും പിടിച്ചുകൊണ്ട് പോയപ്പോഴും ഷിംജിത ജാമ്യാപേക്ഷ നൽകി. അതിനുശേഷം വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ഇപ്പോൾ ഇതാ വീണ്ടും മൂന്നാമത്തെ ജാമ്യാപേക്ഷയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും ഒരു ജാമ്യാപേക്ഷ നൽകി. ആ അപേക്ഷയിലും ഷിംജിത തൻ്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് ബസ്സിൽ വെച്ച് തന്നെ ഒരാൾ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ താൻ അതിൻ്റെ ഒരു ആക്രമണം നേരിട്ടപ്പോൾ താൻ അത് വീഡിയോ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ കോടതിയിൽ ഈ ഷിംജിത വാദിച്ചത്. പക്ഷേ കോടതിക്ക് അത് മനസ്സിലായി. കോടതിക്ക് പോലീസ് കൊടുത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പോലീസ് എഴുതി കൊടുത്തത്, മനഃപൂർവ്വം, അതായത് ആ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് കയറിയതല്ല ഷിംജിത. അതോടൊപ്പം തന്നെ റീച്ചിന് വേണ്ടിയിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കുറച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ആളുകളിലേക്ക് കൂടുതലായിട്ട് തൻ്റെ അക്കൗണ്ടുകൾ കൊണ്ടുപോകണം, തൻ്റെ പ്രൊഫഷൻ അതിൽ കൂടി വളർത്തണം എന്നുള്ളൊരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി വീഡിയോ എടുത്തതാണ്. ആ യുവാവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യുവാവിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ കൃത്യമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി. നല്ല മണിച്ചിത്രത്തായിട്ട് വേണമെങ്കിൽ ഷിംജിതയെ പൂട്ടിയെന്ന് നമുക്ക് പറയാം. അങ്ങനെ പൂട്ടിയതിൻ്റെ ഫലമായിട്ട് കോടതിക്ക് കാര്യം മനസ്സിലായി. കോടതി അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ നിരസിക്കുന്നത്, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്നാൽ വീണ്ടും ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു, ജാമ്യാപേക്ഷയുമായിട്ട് വീണ്ടും ഷിംജിത കോടതിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു ജാമ്യാപേക്ഷ നിരസിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചാനൽ ഇട്ടിരിക്കുന്നതാണ്, ദീപകിൻ്റെ മരണം, ഷിംജിതയ്ക്ക് ജാമ്യമില്ല, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 6 മാറ്റി. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് പോലീസ് പറഞ്ഞത്, ഷിംജിതയ്ക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് യുവാക്കളുടെ ജീവിതം ഇവിടെ തൊലച്ചു കളയും, ഒരുപാട് കുടുംബങ്ങൾ അനാഥമാകും, ഒരുപാട് കുടുംബനാഥന്മാരെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഷിംജിതയെ പോലെയുള്ള ഒരു വ്യക്തി ഇനി ഇങ്ങനെ, അല്ലെങ്കിൽ ഇവൾക്ക് ഒരു ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇനി ഇവളെ കണ്ടുകൊണ്ട് റോൾ മോഡലാക്കിക്കൊണ്ട് ഇതേപോലെ വീഡിയോ എടുക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാകാനായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃകാപരമായിട്ടുള്ള വിധിയാവണമെന്ന് പോലീസിന് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയും പോലീസ് ആ രീതിയിൽ തന്നെ വാദിച്ചു. ഇപ്പോൾ ഇതാ ഇവളുടെ ജാമ്യാപേക്ഷ ഫെബ്രുവരി 6 പരിഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമാണ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും, അതേപോലെ തന്നെ ആ അച്ഛനും അമ്മയ്ക്കും. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, നീതി ഏകദേശമൊക്കെ കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഷിംജിതയുടെ അവസ്ഥ എന്തായിരിക്കും? പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴൊക്കെ അവളുടെ മുഖത്ത് ഒരു കിരണം നമുക്ക് കാണാമായിരുന്നു, ഒരു പ്രഭാവലയം കാണാമായിരുന്നു. അതായത് എന്തൊക്കെ വന്നാലും ഞാൻ പുറത്ത് പോകുമെടാ, ഞാൻ അതിജീവിതയാണ്, എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ ഒരുപാട് വഴികളുണ്ടെന്നുള്ളൊരു ധാർഷ്ട്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി. എന്നാൽ ഇന്നിപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ ആ ഒരു വെളിച്ചവും അവളിൽ നിന്ന് അവശേഷിക്കുന്നില്ല. അവളിൽ നിന്നെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അവളെ പിന്തുണയ്ക്കുന്ന കുറേ ഫെമിനിസ്റ്റുകൾ ഇവിടെ കിടന്ന് വാതോരാതെ പ്രസംഗിക്കുന്നു എന്നുള്ളത് മാത്രം. അവളുമാർ പറയുന്നത്, ഐശ്വര്യ രാധാലക്ഷ്മി പറഞ്ഞത്, ഷിംജിത മുൻകൂട്ടി തയ്യാറെടുത്ത് വീഡിയോ എടുത്തതല്ല, ഷിംജിത പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്തതല്ല, പക്ഷെ പ്രിപ്പയർഡ് ആയിട്ട് വീഡിയോ എടുത്തതാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിംജിത ഈ ഒരു ഇൻറ്റൻഷനോട് കൂടി ആ ബസ്സിൽ കയറിയതല്ല, തനിക്കെതിരെ ഈ ഒരു വിഷയം വന്നപ്പോൾ അതിനെ പ്രിപ്പയർഡായിട്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഷിംജിത ഇവിടുത്തെ മാധ്യമങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്, മഞ്ഞപ്പത്രങ്ങളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പ്രതികരിച്ച ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് ഷിംജിത എന്നാണ് പറയുന്നത്. ഈ ഷിംജിതയെ പിന്തുണയ്ക്കുന്ന തീവ്ര ഫെമിനാസി ചിന്തകളുള്ള ഫെമിനിസ്റ്റുകളുടെ ഒരു ചരിത്രം, അല്ലെങ്കിൽ അവരുടെ മുൻകാല ചരിത്രവും പിൻകാല ചരിത്രവും ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാൾക്കും വീടുമായിട്ടൊരു ബന്ധമോ വീട്ടുകാരുമായിട്ടൊരു ബന്ധമോ ഒരു കമ്മിറ്റ്മെൻറ്റോ ഇല്ലാത്ത ആളുകളാണ്. ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പീഡനം ഏറ്റിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളാണ്, അല്ലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവളുമാരൊക്കെ. ഇതൊക്കെ സംഭവം സത്യമാണോ ഇല്ലെന്ന് അറിയില്ല, നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ അറിയുള്ളൂ. നമുക്കറിയാം, ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പുള്ളൊരു സാധനമുണ്ട്. അവൾ പറഞ്ഞത്, അവളുടെ അച്ഛൻ കളങ്കാവിലെ മമ്മൂക്കയെ പോലെയായിരുന്നു, പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പല വഴിവിട്ട ബന്ധങ്ങളിൽ കൂടിയാണ് താൻ ഉണ്ടായതെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അതേസമയം ഐശ്വര്യ രാധാലക്ഷ്മി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ അച്ഛൻ തന്നെ
അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തൻ്റെ അച്ഛനെതിരെയും കുടുംബത്തിനെതിരെയും ഒക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഞാനിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് ഫെമിനിസത്തിൻ്റെ അല്ലെ ഫെമിനാസി തരത്തിൻ്റെ ഒരു മാനദണ്ഡമെന്നാണ്. സ്വന്തം അച്ഛനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഫെമിനിസ്റ്റായി എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവളുമാർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവളുമാർ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് അധികം അതിശയിക്കേണ്ടിയിരിക്കുന്നില്ല. കാരണം സ്വന്തം ജനിപ്പിച്ച് വിട്ട തന്തയും തള്ളയും വരെ തള്ളി പറഞ്ഞിട്ട് അവർക്കെതിരെയും പരാതി കൊടുത്തിട്ട് പോയിട്ടുള്ളവളുമാരാണ് ഇവളുമാരൊക്കെ. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ഇവർ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അംശം പോലും ഇവളുമാരിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. ആശാ വർക്കർമാരുടെ അല്ലെങ്കിൽ ആശമാരുടെ ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ നിരാഹാര സമരത്തിൽ പോലും ഇവളുമാർ പങ്കെടുത്തില്ല. അതൊരു വാസ്തവമാണ്. അതായത് വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ദുരിതങ്ങളിലും ഒരു ബുദ്ധിമുട്ടുകളിലും ഒരു രീതിയിലും ഇടപെടാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്നു എന്ന് പറയുന്ന ഈ സ്ത്രീ ചിന്തകൾക്ക് അതീതമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ശരിക്കും സ്ത്രീകളോടൊപ്പം നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം സ്ത്രീകളോടൊപ്പമാണ് അവളോടൊപ്പമാണെന്നുള്ളൊരു ഹാഷ്ടാഗും പിടിച്ചുകൊണ്ട് പുരുഷന്മാർക്കെതിരെയാണെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. സ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പുരുഷന്മാർക്കെതിരെയാണ്. അതായത് തൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് നാട്ടിലെ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്, ആണുങ്ങളെല്ലാം വഴിപിടിച്ചവന്മാരാണ്, പെണ്ണുങ്ങളെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് ആണുങ്ങളെന്നുള്ളൊരു ചിന്താഗതിയാണ്. അതേസമയം എല്ലാ പുരുഷന്മാരെയും നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ പല സമയങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഈ ഷിംജിത ദീപക് വിഷയങ്ങളിൽ കൂട്ടിച്ചേർത്ത് വായിക്കാൻ നോക്കരുത്. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇതൊരു സോഷ്യൽ മീഡിയ കൊളാബറേഷൻ കിട്ടാനും സോഷ്യൽ മീഡിയയിൽ നല്ല തരംഗമാകാനും സെൻസേഷണലായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ പരാക്രമം. ആ പരാക്രമത്തിൽ അവൾക്ക് വഴി തെറ്റിപ്പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീപക് ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അയാൾ കേസുമായിട്ട് പോകും, തനിക്ക് കുറേ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്. എന്നാൽ ദീപക് അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷിയെ പോലെ തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് എനിക്കുണ്ടായി, നാളെ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. നമുക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദീപകിനെ ഈ പറയുന്ന സ്ത്രീകളുടെ ചിന്താഗതികളുടെ ഒരു വൃത്തികെട്ട ചിന്താഗതികൾക്ക് ഒരു രക്തസാക്ഷി നമുക്ക് വിളിക്കാം. അങ്ങനെ പറയുമ്പോൾ പലർക്കും കുരു പൊട്ടുന്നുണ്ടാവും. ആർക്കൊക്കെ കുരു പൊട്ടിയാലും ഞാൻ ഉള്ളത് തന്നെ പറയും. പലരും പറയുന്നുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയുണ്ട്, അപ്പോൾ ഇതൊക്കെ ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്ന്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ഈ സമീപ കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് പേർക്കെതിരെയാണ് അനധികൃതമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും വൃത്തികേട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത പരാതികളുമായിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ പോയത്. അതും ഇത്തരത്തിലുള്ള സ്ത്രീകളാണ്. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് പോവില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അവൻ്റെ കാരണക്കുറ്റി പുകച്ചിട്ട് പറയാനുള്ളത് അവിടെ വെച്ച് പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കാനേ പോവുള്ളൂ. എന്നാൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും തനിക്ക് എന്തൊക്കെയോ ആയി തീരാൻ വേണ്ടിയിട്ടും ആ ഒരു യുവാവിൻ്റെ ജീവിതം കളഞ്ഞു. അയാൾക്കൊരു കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുൻപിൽ തൻ്റെ ഒരു വാല്യൂ ഇല്ലാതെയാവും എന്നുള്ളൊരു പേടി കൊണ്ടും താൻ സ്ത്രീകളെ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. തനിക്ക് അങ്ങനെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ ഇത്രയും നാളും താൻ ഉണ്ടാക്കി വെച്ച തൻ്റെ സമൂഹത്തിലെ വിലകളെല്ലാം പോകുമെന്നറിഞ്ഞപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് മനം തൊട്ട് തന്നെയാണ് ആ പാവം പിടിച്ചവൻ ആത്മഹത്യ ചെയ്തത്. അതിനെ വെറും ഒരു ആത്മഹത്യ എന്ന് പറയാൻ സാധിക്കത്തില്ല, ഷിംജിത ചെയ്ത കൊലപാതകം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഷിംജിതയ്ക്ക് ഇന്നിപ്പോൾ കോടതി ജാമ്യം നിരസിച്ചിരിക്കുകയാണ്. ഇനി 6-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് പറയുന്നത്. അന്നും ഷിംജിതയുടെ ജാമ്യം നിരസിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ കോടതി, പോലീസ് എല്ലാം ഇങ്ങനെ തന്നെ വേണം. നമ്മുടെ പോലീസും കോടതിയും ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ പരിഗണിക്കാൻ. അല്ലെങ്കിൽ ഇനിയും അതിജീവിതകൾ ഉണ്ടാവും, ഇനിയും ഒരുപാട് കേസുകൾ വരും, ഒരുപാട് റീൽസ് വരും. ഇപ്പം എന്തായി? അതുകൊണ്ട് അപ്സ എന്ന് പറയുന്നൊരു പെണ്ണാണ് ഈ പരിപാടി കേട്ട് ഇറങ്ങിയത് ആദ്യം കേട്ടോ. അവളും അത്ര കുടുംബത്തിൽ പറഞ്ഞാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ അത് റീല് ഭയങ്കരമായിട്ട് ഹിറ്റായി, എല്ലാവരും തരംഗമാക്കി അവളെ ചർച്ചകൾക്ക് വിളിക്കും. നമുക്കെതിരെ കേസ് വരുന്നില്ല, അതിജീവിത ആയതുകൊണ്ട് കേസ് വരുന്നില്ല, പ്രൈവസി ഉണ്ട്, അതിജീവിതയുടെ പേരും വിവരങ്ങളും പുറത്തുവിട്ട കേസുമാവും, ആരും അവളെ പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ ആൾക്കും അങ്ങോട്ട് ഇളകി. എന്നാൽ ഞാനും അതിജീവിത, ഞാൻ ഇന്ന് തൊട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്ത് ഞാനങ്ങോട്ട് തകർക്കും തിമിർക്കും, ഞാനങ്ങോട്ട് കയറി പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ അടപടലം മൂഞ്ചി വാലും ചുരുട്ടി ഇപ്പോൾ സ്റ്റേഷനിൽ ഇരിക്കേണ്ട അവസ്ഥയായി. ഗോതമ്പുണ്ടയ്ക്കൊക്കെ നല്ല രുചിയുണ്ടോ ചേച്ചിയെ? എന്തായാലും ഇവളെ അനുകൂലിക്കുന്നവന്മാരുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള ആളുകളാണ് ഇവളെ അനുകൂലിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അനുകൂലിക്കുമ്പോൾ അവളും എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും സ്വാഗതാർഹമായിട്ടൊരു വിധി തന്നെയാണ്. ഈ ഒരു വിധിയിൽ കേരള പോലീസിനോടൊപ്പം അല്ലെങ്കിൽ കേരള പോലീസിനോടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടും നീതിന്യായ വ്യവസ്ഥയിൽ ഇരിക്കുന്ന എല്ലാ ആളുകളോടും അങ്ങേയറ്റം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ആ അമ്മയ്ക്കും അച്ഛനും നമ്മുടെ ജീവനറ്റുപോയ ആ ദീപകിന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.